3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലം വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊരു പ്രവാസിയുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. ഏകദേശം 5 സെന്റിന്റെ അടുത്ത് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും നിങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ മുടക്കേണ്ടത് വെറും 3 ലക്ഷം രൂപ കേട്ടോ. പ്രവാസികൾക്ക് പല ആൾക്കാർക്കും ലോൺ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന 3 ലക്ഷം ഇനീഷ്യൽ പേയ്മെന്റ് മുടക്കിക്കൊണ്ട് നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് കയറി വരുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ്. അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാരുപടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിറ്റ് ഔട്ടിന് ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വുഡൻ പാറ്റേണിൽ വരുന്ന ടൈൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ വലിയ 2 ഡോറുകളോട് കൂടിയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ കൊടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ സെറ്റൊക്കെ ഇവിടെ കൊടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ ഇത്രമാത്രം ഏരിയ ഹോളിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, നല്ല വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് സൈഡിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. 2 വിൻഡോസ് കൊടുത്തിട്ടുള്ള അടിപൊളി ബെഡ്റൂം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കണ്ടല്ലോ, അതുപോലെ ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്, വാൾഡ്രോബ്സ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ റൂം നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമോട് കൂടിയിട്ട് വരുന്ന ഒരു അടിപൊളി റൂമാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത്. നമ്മൾ ഹാളിൽ നിന്നും നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം കാണാൻ കഴിയും. ഇവിടെ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കബോർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ബാത്റൂം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ വീട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏതൊരു വീടിന്റെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കിച്ചൺ തന്നെയാണ്. ഈ 1000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന വീട്ടിൽ കിച്ചണിന് ഇത്രയും സ്പേസ് കൊടുത്തിട്ട് ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. കണ്ടല്ലോ, നിങ്ങൾ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതാ ഗ്യാസ് സ്റ്റൗ കൊടുക്കണമെങ്കിൽ ഇവിടെ ഗ്യാസ് സ്റ്റൗവിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതാ നമുക്ക് വേറെ റാക്കുകൾ മേലെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴെ ഇതാ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ വെക്കാനുണ്ടാവും. അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള കബോർഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. 1000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന വീട്ടിൽ നല്ലൊരു ഏരിയനെ ഇവിടെ കിച്ചണിന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റെയർ കേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ 1-2 ബെഡ്റൂം കൂടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫുൾ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ബെഡ്റൂം നിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പില്ലറിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. കണ്ടല്ലോ, അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് മേലെ 2 ബെഡ്റൂമോ 3 ബെഡ്റൂമോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം, അല്ലെങ്കിൽ താഴത്തെ പോലെ തന്നെ നമുക്ക് മേലും ചെയ്യാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നിങ്ങൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മളെ കിച്ചണിൽ നേരെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇതാ പുറത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കൂടാതെ ഇവിടെ എടുത്തു പറയേണ്ടത്, സാധാരണ നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ കുഴൽക്കിണർ യൂസ് ചെയ്യുന്നു. ഇവിടെ നല്ല നാടൻ കിണറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ വീടിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മളെ കൂടെ ഉള്ള അസീസ്ക്കാണ് ഞാൻ മുമ്പ് നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഈ നാട്ടിൽ 500ഓളം വീടുകൾ പണി കഴിപ്പിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മളെ കൂടെ ഉള്ള കേട്ടോ. സിംപ്ലിസിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് ഈ വീടും. നമ്മൾ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ വീട് നമ്മൾ വീഡിയോ ത്രൂ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലാക്കണമെങ്കിലും നമ്മൾ നാട്ടിലത്തെ വീടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള അസീസ് ഖാൻ്റെയാണ്. കാരണം നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ വന്നിട്ട് അത് വാങ്ങിക്കുമ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവണം, പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് അസീസ് ഖാൻ്റെ വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അസീസ് ഖാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ റെസ്പോൺസ് ഒക്കെ? എല്ലാം വിറ്റുപോയി. അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ടാണിത്. ഇതിപ്പോ അസീസ് ഖാന്റെ പുതിയ പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതിന് ചോദിക്കണാണ് 30 ലക്ഷം റുപ്യാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 3 ലക്ഷം ഉണ്ടെങ്കിൽ ആർക്കും ലോൺ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി 27 ലക്ഷം റുപ്യ ബാങ്കിൽ ലോൺ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണ
ഒരു അടിപൊളി വീട്. 3 ലക്ഷം രജിസ്റ്റർ ചെയ്യാനുള്ള പൈസയും പിന്നെ അവരുണ്ടാക്കാം. എക്സ്ട്രാ വരൂല. ഈ രജിസ്ട്രേഷൻ ഫീസ് എത്ര വരും? രജിസ്ട്രേഷൻ ഫീസ് പിന്നെ പല ബാങ്കിലും പല മാതിരി. ചില ബാങ്ക് ലോൺ എമൗണ്ട് 10% വരും, ചില ബാങ്കിൽ അത് 60-40 ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു 3.5 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ വീട് സ്വന്തമാക്കാം. നമ്മൾ ഇതിപ്പോ 1000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന വീടാണ്. 2 ബെഡ്റൂം ഉണ്ട്, വലിയ ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു 5 സെന്റ് ഒരു വീട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ 30 ലക്ഷം റുപ്യന്റെ മേലെ അയാൾക്ക് കോസ്റ്റ് ആവും. നിങ്ങളിത് സ്ഥിരമായിട്ട് ഈ വർക്ക് ചെയ്യണോണ്ടും ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കണോണ്ടും ഭൂമി നിങ്ങൾ പണ്ട് കാലത്തെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രൈസിലൊക്കെ ചെയ്യാൻ പറ്റണത്. അപ്പൊ നമ്മളെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു വീട് എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ പ്രവാസികൾക്കാണ് കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ പ്രവാസികൾ ചെറിയ സാലറിക്കാരാണ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ കുറെ ബാങ്കിനായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് അപ്പൊ ബാങ്കിന് നമ്മൾ പറഞ്ഞ കസ്റ്റമർക്ക് തിരിച്ചടക്കാനുള്ള കഴിവുണ്ട്. നമ്മളോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ലോൺ സാങ്ഷൻ ആയി കൊടുക്കാൻ പറ്റും. ബാങ്ക് വഴി ശമ്പളമുള്ള ഒരാൾ പോയി വീട് എടുക്കുകയാണെങ്കിൽ 3 ലക്ഷം പിന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ബാങ്കിന്റെ ഫോർമാലിറ്റിയാണ്, ഞങ്ങളുടെ അല്ല, ബാങ്ക് പറയുന്ന മാതിരിയാണ്. അപ്പൊ അതിനനുസരിച്ച് ചില ബാങ്കിൽ ലോൺ എമൗണ്ട് 10% ചോദിക്കും, ചിലവർക്ക് അത്ര വേണ്ട. അപ്പൊ അതിന് ഏറ്റവും കുറവുള്ള ബാങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് ബാങ്കിന്റെ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഒരു 3 ലക്ഷം പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമാക്കാം. 3 ലക്ഷം ഒന്നിച്ച് കൊണ്ടുവരും വേണ്ട, ഒരു 50,000 1 ലക്ഷം ആദ്യം തരാം. പിന്നെ ലോൺ പാസ്സായതിനു ശേഷം മാത്രം ബാക്കി അല്ലാതെ അവരെ പൈസ ആദ്യം ഇവിടെ വാങ്ങി അഥവാ സാങ്ഷൻ ആയിട്ട് തിരിച്ചു കൊടുക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളാണ് നമ്മൾ ഈ നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു പ്രവാസി ഒരു ബാങ്കിക്ക് ലോണിന് വേണ്ടി ചെല്ലുമ്പം ഒരു 2-3 മാസം അവനിട്ട് കറക്കും. ഈ പ്രവാസി ഹൗസ് ഡ്രൈവർ ആയിക്കോട്ടെ, വീട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന എന്ത് ആൾക്കാരാണെങ്കിലും 1 മാസം അല്ലെങ്കിൽ 2 മാസത്തെ ലീവിനാണ് നാട്ടിൽ വരുന്നത്. അവൻക്ക് ഈ ബാങ്കിൽ കയറി ഇറങ്ങി വരുമ്പോഴത്തേന് അവന്റെ ലോൺ എവിടേക്കും എത്താതെ പലരും ലോൺ എന്ന പരിപാടി ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യല്. അപ്പോൾ ഇതെല്ലാം A to Z കാര്യങ്ങൾ അസീസ്ക ചെയ്യും. നിങ്ങൾ വീട് വരിക, നിങ്ങളെ ബന്ധപ്പെട്ടവരാരെങ്കിലും നാട്ടിൽ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ടോക്കൺ കൊടുക്കും, ഒരു 50,000 രൂപ. ഈ 50,000 കൊടുത്തിട്ട് നിങ്ങൾ ലോണിന് പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ട് ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രം ബാക്കി നിങ്ങൾ 2.5 ലക്ഷം രജിസ്ട്രേഷൻ ഫീസും കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ലോൺ സാങ്ഷൻ ആവണമെങ്കിൽ നിങ്ങൾ കൊടുത്ത 50,000 ഒരു രൂപ കുറയാതെ കിട്ടുന്നുള്ളതാണ് മൂപ്പര് ഗ്യാരണ്ടി ചെയ്യുന്നത്. കാരണം ഞാൻ മുമ്പ് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അസീസ് ഖാന്റെ വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ ത്രൂ വന്ന് വീടെടുത്തതുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും. അപ്പൊ ധൈര്യമായിട്ട് വീട് വേണ്ടവര്, അത് ഈ 3 ലക്ഷത്തിന്റെ ബഡ്ജറ്റിൽ മാത്രമല്ല കേട്ടോ, 5 ലക്ഷത്തിന്റെ പല ബഡ്ജറ്റിലുള്ള സ്ക്വയർ ഫീറ്റ് കൂടിയതും സ്ഥലം കൂടിയതൊക്കെ വീടുകൾ മൂപ്പരെടുത്തുണ്ട്. അപ്പൊ അസീസ് ഖാൻ ഇതൊക്കെയാണ് നമ്മളെ വീടിന്റെ വിശേഷങ്ങളില്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഒരാള് അഡ്വാൻസ് തന്ന് പിന്നെ അവർക്ക് ലോണ് സാങ്ഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് തിരിച്ചു കൊടുക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാല് അവർക്ക് ഇപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥകളാണ്. ചില ആൾക്കാർക്ക് നമുക്ക് അഡ്വാൻസ് ഒക്കെ തന്ന് ലോണ് സാങ്ഷനായി, ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവരുടെ അടുത്ത് ബാക്കി അടക്കാനുള്ള ഇപ്പം 50,000 തന്നിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ 3 ലക്ഷത്തിൻ്റെ വീടിന് 2.5 ലക്ഷം കൂടി അവർ അടക്കണം. അവർക്ക് ആ സമയത്ത് അവരുടെ അടുത്ത് പൈസ തരാനില്ല. അവർ പിൻവാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ ഉള്ള കാര്യങ്ങൾ? അവർ പിൻവാങ്ങുകയാണെങ്കിൽ അത് സംഭവം എന്ന് വെച്ചാൽ 10 ദിവസം 15 ദിവസമൊക്കെ ക്യാപ്പിനുള്ളൂ വെച്ചാൽ നമ്മൾ അവർക്ക് ആ പൈസ ഉണ്ടാക്കാനുള്ള ക്യാപ്പ് കൊടുക്കും. 1 മാസം വരെ നമുക്ക് ക്യാപ്പ് കൊടുക്കാം, സമയം കൊടുക്കാൻ പറ്റും. അതായത് ഈ 1-ാം തീയതി പാസ്സായ ലോണാണെങ്കിൽ അടുത്ത മാസം ഈ മാസം തന്നെ 25-ാം തീയതി വരെ നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റും. ഈ മാസത്തിനുള്ളിൽ പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത് പോകണം. അതല്ലാതെ അവർ പിന്മാറുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ കാരണമല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ തന്നെ 50,000 തിരിച്ചു കൊടുക്കില്ല. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു 50,000 കൊടുത്തിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൂടുതൽ പൈസ ചെലവാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വീട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ കൂടിയ ബഡ്ജറ്റിലുള്ള വീടുകളുണ്ട് കേട്ടോ. 45 ലക്ഷം 50 ലക്ഷം 55 ലക്ഷം 60 ലക്ഷത്തിനൊക്കെ വീടുകളുണ്ട്. 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഒക്കെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തും കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വീടുകളുണ്ട്. പല ആൾക്കാർക്കും പ്രവാസികൾക്ക് ലോൺ കിട്ടണമെന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ബാങ്കുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഇടപാടും അവരായിട്ടുള്ള ബന്ധങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി തരാനുള്ള സാഹചര്യം ഇപ്പം നിലവിൽ അസീസ് ഖാക്കുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ അസീസ് ഖാൻ ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അസീസ് ഖാനെ കോൺടാക്ട് ചെയ്യുക. ഈ വീടിൻ്റെ
കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു. ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ കടുങ്ങപുരം ഹൈസ്കൂൾ ഉണ്ട്. ഹൈസ്കൂളിന്റെ അവിടെ 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പള്ളിക്കുളമ്പ് എന്നാണ് ഇവിടുത്തെ പറയാം. കടുങ്ങപുരം പള്ളിക്കുളമ്പ്. നമ്മളെ കോട്ടക്കൽ പെരിന്തൽമണ്ണ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാറിക്കൊണ്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 30 ലക്ഷം മുടക്കേണ്ട വീടിന് നിങ്ങൾ ആദ്യം 3 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീടാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അസീസ് ഖാന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാണെങ്കിലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് അസീസ് ഖാനെ കോൺടാക്ട് ചെയ്യുക. ഇതൊരു അവസരമാണ്. വീടില്ലാത്ത മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.